സി എ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സി എ ഇന്റർമീഡിയറ്റ്. ഐ നോ നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് സി എ ഇന്റർമീഡിയറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഡയറക്റ്റ് എൻട്രി കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സി എ ഇന്റർ അല്ലേ. സോ നമുക്ക് അടുത്ത ഏർലിയസ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സി എ ഇന്റർമീഡിയറ്റ് ക്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എവിടെ ചേരണം, എങ്ങനെ പഠിക്കണം, ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സോ ട്രിപ്പിൾ ഐയിൽ സി എ ഇന്റർമീഡിയറ്റിനുള്ള പുതിയ ബാച്ച് മാർച്ച് 25 അതായത് 2025 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ എക്സാക്ട് ഡേറ്റ് ഫോർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എന്നാലും മോസ്റ്റ്ലി ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ ആ ബാച്ചിൽ ആരൊക്കെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക, ആ ബാച്ചിന്റെ ടൈം ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ആ ബാച്ചിൽ നിങ്ങൾക്ക് തേടിയെത്തുന്ന സർവീസസ് എന്തൊക്കെയായിരിക്കും, ഈ വക ഇൻഫർമേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം when it comes to a class for CA അതിൽ ഏറ്റവും പ്രൈമറി തിങ് എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ് അല്ലെ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ഫാക്കൽറ്റീസ് കിട്ടുമ്പോഴാണ് നമ്മുടെ റിസൾട്ട്സ് ഈസിലി നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അല്ലെ. നിങ്ങളുടെ എഫേർട്സ് കുറയും, ഫാക്കൽറ്റീസിന്റെ എഫേർട്സ് കൂടും. അതാണല്ലോ ഫാക്കൽറ്റി ബെസ്റ്റ് ആവും സംഭവിക്കുക. സോ നമുക്ക് ആരൊക്കെ ആയിരിക്കും ഓരോരോ സബ്ജക്ട്സും പഠിപ്പിക്കുക എന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. സോ ഫോർ അക്കൗണ്ടിങ് വി ഹാവ് 4 ഫാക്കൽറ്റീസ്. നമ്മുടെ ആദർശ് സാറുണ്ട്, വേണുഗോപാൽ സാറുണ്ട്, കൃഷ്ണപ്രസാദ് സാറുണ്ട്, സഹീൽ സാറുണ്ട്. ദെൻ ഫോർ ലോ സെക്കൻഡ് പേപ്പർ അല്ലെ, ധന്യ മാം ഉണ്ട്, പ്രേം കൃഷ്ണ സാറുണ്ട്. ദെൻ നമുക്കറിയാം നമ്മളുടെ ഗ്രൂപ്പ് 1 മൂന്നാമത്തെ പേപ്പറാണ് ടാക്സേഷൻ. അവിടെ IDT DT അതായത് ഇൻകം ടാക്സ് അഥവാ GST രണ്ടും ഉണ്ട്. സോ പേപ്പർ 3A ആൻഡ് 3B. 3A കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ സാറും പേപ്പർ 3B കൈകാര്യം ചെയ്യുന്നത് അൻവർ അബ്ബാസ് സാറും ആയിരിക്കും. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 2 നമുക്ക് ഏതൊക്കെയാണ് സബ്ജക്ട്സ്? കോസ്റ്റിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് FMSM. സോ കോസ്റ്റിംഗിന്റെ പേപ്പർ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഷഹീർ സാറുണ്ട്, അഗെയിൻ വേണുഗോപാൽ സാറുണ്ട്, മുഹമ്മദ് സാറുണ്ട്. ദെൻ ആഫ്റ്റർ ഓഡിറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് വി ഹാവ് നിതിൻ സേതുമാധവൻ സാർ ആൻഡ് ഇന്ദുസാർ സാർ. ദെൻ ഫോർ FM വി ഹാവ് ദിനു സാർ ആൻഡ് നിഖിൽ സാർ. Then for strategic management we have Jomal sir and Dhanya ma'am. So ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി പോൾ. ബ്രാഞ്ച് ടു ബ്രാഞ്ചസ് ഈ കോമ്പിനേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ബട്ട് ഈ ഒരു ഫാക്കൽറ്റി പൂളാണ് നിങ്ങളെ മൊത്തത്തിൽ CA ഇന്റർമീഡിയറ്റ് ജേർണിയിൽ നിങ്ങളെ ആ ഒരു റിസൾട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ഡ്യൂറേഷൻ അല്ലേ. എന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം Jan 26 എക്സാം എഴുതാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മളുടെ മാർച്ചിൽ തുടങ്ങുന്ന ക്ലാസ് ഏകദേശം ഒരു 7.5 months കണ്ടിന്യൂസ് ക്ലാസ്സസ് തന്നെയായിരിക്കും. ദെൻ ടുവേർഡ്സ് ദ എൻഡിൽ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു 1 month അല്ലെങ്കിൽ 1.5 months ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റഡി ലീവിന് ടൈം അവൈലബിൾ ആവുന്നുണ്ടാവുക. ദെൻ ആഫ്റ്റർ യു വിൽ റൈറ്റ് എക്സാംസ്. സോ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒറ്റ സെഷന് ക്ലാസ്സസ്, ദെൻ അവസാനം കുറേ എക്സാംസ്, അങ്ങനെയാണോ? അല്ല, ഈ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ റിവിഷൻ എക്സാംസും നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ പോർഷൻസിനുള്ള കുഞ്ഞു MCQ എക്സാം, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ്, അങ്ങനെ ഒരു നിങ്ങളുടെ റുട്ടീനായിട്ട് ഈ എക്സാംസ് എല്ലാം നിങ്ങളുടെ കൂടെ കാണും, മെൻറ്റർഷിപ്പ് കൂടെ കാണും. സോ ഇതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. സോ നമ്മളുടെ ഓരോ ബ്രാഞ്ചിലും ക്ലാസ്സസ് എത്ര ദിവസത്തേക്കാണ് നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ here you can see advanced accounts in the class 38 days, Lloyd class 20 days, income tax 25 days. ആക്ച്വലി ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് പോയിന്റ് ഇല്ല. നമുക്കൊരു സമ്മപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും 100 മാർക്സിൻ്റെതാണ് അല്ലെ. പേപ്പർ 3, പേപ്പർ 6 അതാണ് 2 പാർട്ടിലുള്ളത്. സോ പേപ്പർ 3A 3B എടുക്കുമ്പോൾ 50 മാർക്സ് ഈച്ച്. അതുപോലെ പേപ്പർ 6A 6B FM SM എടുക്കുമ്പോൾ 50 മാർക്സ് ഈച്ച്. അങ്ങനെ ഓൾ ടുഗെദർ നിങ്ങൾക്ക് 600 മാർക്ക്. ഓരോ ഗ്രൂപ്പും 300 മാർക്കിൻ്റെതാണ് നിങ്ങൾ എക്സാംസിന് അപ്പിയർ ചെയ്യേണ്ടത്. സോ ഈ ഒരു 6 പേപ്പറിൽ നിങ്ങൾ 8 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് ടെക്നിക്കലി. ഈ 8 സബ്ജക്ട്സിനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് അറൌണ്ട് 178 ഡേയ്സിൻ്റെ ക്ലാസ്സസ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാകും? മെൻറ്റർഷിപ്സുകൾ ഉണ്ടാകും, അതുപോലെ നിങ്ങൾക്ക് എക്സാം സ്റ്റഡി ലീവ്സുകൾ ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും പോവുക. അവേഴ്സ് നോക്കുവാണെങ്കിൽ അറൌണ്ട് ഒരു 1246 ആണ് കൊച്ചിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബ്രാഞ്ച് ടു ബ്രാഞ്ച് മാറുമ്പം ഇതിന് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് വരും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരു ദിവസം 9 hours to 8 hours ആ ഒരു അവേഴ്സിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ്. സോ മോസ്റ്റ്ലി എല്ലായിടത്തും ഏകദേശം സെയിം അവേഴ്സ് ഒക്കെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ കാലിക്കറ്റിൽ 1 to 1 ഞാൻ ഓരോന്നിലേക്ക് പോകുന്നില്ല. ദെൻ ആഫ്റ്റർ വെൻ ഇറ്റ് കംസ് ടു ട്രിപ്പിൾ ഐ നമുക്കറിയാം ടെസ്റ്റിമോണിയൽസ് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും നമ്മുടെ മെറ്റീരിയൽ. അതിൽ ഫാക്കൽറ്റി മെറ്റീരിയലും ഉണ്ട്, നമ്മുടെ വർക്ക് ബുക്സും ഉണ്ട്. സോ എന്താ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നോ അതാണ് ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്ക്. അതായത് ഓരോ ചാപ്റ്ററും പഠിച്ചു തരുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ തോന്നും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ ഗ്രിപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാകും. ബട്ട് ഇൻ യുവർ കേസസ് ഇഫ് യു ഹാവ് എ മെറ്റീരിയൽ
ICAI പ്രൊവൈഡ് ചെയ്യുന്ന ഓൾ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ, അത് RTP എന്നായിക്കോട്ടെ, MTP എന്നായിക്കോട്ടെ, പ്രീവിയസ് ഇയർ എന്നായിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽ ആയിക്കോട്ടെ, ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ ടോപ്പിക്കിൻ്റെയും അടിയിൽ കറക്റ്റായിട്ട് അതിനെ പ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയോ 20%, 10% പഠിച്ചാൽ പോലും ആ പഠിച്ചത് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടംപോലെ നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ നിന്ന് സോൾവ് ചെയ്ത് നോക്കാൻ പറ്റും. സോ ദാറ്റ്സ് അവർ വർക്ക് ബുക്ക്. ഫുള്ളി ICAI റിസോഴ്സിൽ നിന്ന് തന്നിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലുള്ളത്. അത് ടോപ്പിക് വൈസ് സെഗ്രിഗേറ്റഡ് ആണ്. ICAIയുടെ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, RTPയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാ എക്സാമിനും തൊട്ട് മുമ്പേ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്, 2 വീതം, അതും അതിലുണ്ടായിരിക്കും. ഇനി എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതിൻ്റെ മേളിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാ? ഇതിപ്പോൾ നിങ്ങൾ ബാച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തരുന്ന വർക്ക് ബുക്ക് അല്ലേ, ഇത് കഴിയുമ്പോൾ എന്തുണ്ടാകും? നിങ്ങൾക്ക് 2 എക്സാം പിന്നെയും കിടക്കുവാണ് അല്ലേ. ഇതിപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഒരു റണ്ണിങ് ടൈമിൽ ഏതാ? ജാനുവരി എക്സാം കഴിഞ്ഞതാണ് അല്ലേ, മെയ്യിലെ എക്സാം എടുത്തിട്ടുണ്ട്, ഇനി സെപ്റ്റംബറിൽ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ജാനുവരി എക്സാം വരിക. സോ ഈ വരാൻ പോകുന്ന 2 എക്സാംസിൻ്റെ RTP MTPs ഒക്കെ ഈ വർക്ക് ബുക്കിൽ കാണുമോ? ഇല്ല. അത് നിങ്ങൾ തന്നെ വേണം പഠിക്കാൻ വേണ്ടി. നമ്മളത് ഗ്രൂപ്പ് വഴിയും നിങ്ങളുടെ ക്ലാസ്സസ് വഴിയൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അത് മാത്രമല്ല, ഈ RTPസിൻ്റെ MTPസിൻ്റെ ഒക്കെ ഡിസ്കഷൻസും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഫാക്കൾട്ടീസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ അതിൻ്റെ ഫുൾ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി നിങ്ങൾ കണ്ടാൽ മാത്രം മതി. സോ വർക്ക് ബുക്ക് അലോങ് വിത്ത് വരാൻ പോകുന്ന RTPs MTPs, ദെൻ ഈ കഴിയുന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സും, ഇത്രയും കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ മിനിമം ഒരാൾ പാസ്സാവാൻ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. നിങ്ങളത് കവർ ചെയ്താൽ മാത്രം മതി, റിസൾട്ട് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും നമുക്ക്. അതാണ് നമ്മുടെ വർക്ക് ബുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് ഈസ് അക്കാഡമിക് ടീം. ഏകദേശം ഒരു 20 to 25 ആളുകൾ CA അക്കാഡമിക്സിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ പണി? ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസ്, അതിൻ്റെയൊക്കെ വാലുവേഷൻസ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വർക്ക് ബുക്ക്, ഈ വർക്ക് ബുക്കിൻ്റെ അകത്ത് ഓരോ എക്സാം കഴിയുമ്പോഴും വരുന്ന അപ്ഡേഷൻസ്, പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന RTP MTPയുടെ ഡിസ്കഷൻസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിനെയൊക്കെ നമ്മളുടേതായിട്ടുള്ള പാറ്റേണിൽ മാറി നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം സെറ്റ് ചെയ്യാനും നിങ്ങളുടെ റിസൾട്ട് ഏർലിയസ്റ്റ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഫുള്ള് ചെയ്യാൻ വേണ്ടി വി ഹാവ് എ ഫുള്ളി ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീം. സോ എക്സാം പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും QP പ്രിപ്പറേഷൻസും വർക്ക് ബുക്ക് അപ്ഡേഷൻസും റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള റിസർച്ചസും നിങ്ങൾക്ക് വെൻ ഇറ്റ് കംസ് ടു യുവർ ക്ലാസ്സസ് നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വി വിൽ കണ്ടക്ട് ആൻ ABC അനാലിസിസ്. അതിനകത്ത് നമ്മൾ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യും. ദെൻ അതിനകത്ത് വീക്കർ സെക്ഷനെ മേലോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ദെൻ റിസൾട്ട്സ് ഇച്ചിരി ഒന്ന് നിങ്ങൾ പുറകോട്ടാകുമ്പോൾ നിങ്ങൾക്ക് മേളിലൊരു പിടി വീഴും. അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. സോ അക്കാഡമിക് ടീം ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ ആഫ്റ്റർ ക്ലാസ് അസിസ്റ്റൻസ്, അത് വി നോ ക്ലാസ്സസ് മാത്രം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവില്ല. മേ ബി ക്ലാസ്സസിന് ശേഷം നമുക്ക് കുറച്ച് റിവിഷൻ എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഈ നമ്മളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് റെക്കോർഡിങ് നെക്സ്റ്റ് അറ്റംപ്റ്റ് വരെ അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും നമ്മുടെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് റിവിഷൻ്റെ സ്ട്രാറ്റജീസ്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു എക്സാം വരെ ആ ഒരു റിവിഷൻ പ്ലാനർ, അതിനകത്ത് മോക്ക് എക്സാംസ് വരുന്നുണ്ടാകും, സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഒക്കെ. ആ ഒരു ടൈമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് റിവിഷൻ പ്ലാനേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ത്രൂ ഔട്ട് ദ ക്ലാസ്സസിൽ നിങ്ങൾക്ക് റെഗുലർ ഇൻ്റർവൽ എക്സാംസ് നടക്കും. ഇതിൻ്റെ വാലുവേഷൻസ് ഉണ്ടാകും, ആൻസർ പേപ്പർ ഡിസ്കഷൻസ്, അത് മെൻറ്റർ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഉണ്ടാകും, ഫാക്കൾട്ടി ഡിസ്കസ് ചെയ്യുന്ന കേസ് ഉണ്ടാകും, നിങ്ങളെ കൊണ്ട് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാകും, മെൻറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാലുവേഷൻസും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യും. ഒബിയസ്ലി ഒരു എക്സാം പേപ്പർ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുക, എവിടെയാണ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു വാല്യുവറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പേപ്പറിനെ നോക്കി കാണുന്നത് ഒരു പ്രൊഫഷണൽ എക്സാമിന് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് കൈൻഡ്സ് ഓഫ് എക്സാംസും വേറൊരാൾ വാല്യൂ ചെയ്ത് തരുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടാവും, മെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന്. സോ അതുപോലുള്ള സജഷൻസും എല്ലാം ഉൾപ്പെടുത്തി MCQസും ഡിസ്ക്രിപ്റ്റീവും അങ്ങനെ വീക്കിൽ 1, 2, 3 എക്സാംസ് ഒക്കെ വീതമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്പർ ഓഫ് എക്സാംസ് എഴുതി അങ്ങ് എഴുതി അങ്ങ് പദം വന്നിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ മെയിൻ എക്സാം എഴുതുന്നുണ്ടാവുക. സോ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സസും എക്സാംസും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് എക്സാംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓരോ പഠിപ്പിക്കുന്ന അനുസരിച്ച് പോർഷൻസ് തീർന്ന അനുസരിച്ചിട്ടുള്ള എക്സാംസ് ഉണ്ടാകും. ദെൻ 2-3 ചാപ്റ്റേഴ്സ് തീർന്ന് റിവിഷൻ എക്സാംസ്, നിങ്ങളുടെ മിഡ് ടേം എക്സാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്ട്രെച്ചിൽ അതുവരെ തീർന്ന സബ്ജക്ട്സിൻ്റെ എല്ലാം മിഡ് ടേം പോലെ ഒരു ഫുൾ സ്ട്രെച്ച് എക്സാംസ് ഉണ്ടാകും. ദെൻ ഒബിയസ്ലി ട്രിപ്പിൾ ഐ മോക്ക് എക്സാംസ് നടത്തുന്നുണ്ടാകും. അതുകൂടാതെ നിങ്ങളുടെ എക്സാം അറ്റംപ്റ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ICAI മോക്ക് എക്സാംസും അതിൻ്റെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ യൂട്യൂബ് ത്രൂവും, ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് എക്സാംസ് ആൻഡ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് എക്സാംസ് നിങ്ങൾ ട്രിപ്പിൾ ഐയിൽ വരുമ്പോൾ എഴുതുന്നുണ്ടാകും. ദെൻ ആഫ്റ്റർ വി ഹാവ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഒബിയസ്ലി ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോഴത്തേക്കും മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺ ഡിമാൻഡ് സംഭവം തന്നെയാണ്. ദാറ്റ് മീൻസ് എല്ലാവർക്കും
പറ്റുന്ന രീതിയിൽ ഒരു ടൈലേർഡ് ആയിട്ടൊരു മെൻറ്റർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ചില സബ്ജക്ട്സിനായിരിക്കും വേണ്ടി വരുന്നുണ്ടാവുക, ചിലർക്ക് മെൻറ്റർഷിപ്പ് അവർ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസിന് അങ്ങനെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് മതി ഉണ്ടാകും. സോ മെൻറ്റർ വിൽ ബി അവൈലബിൾ. മെൻറ്ററിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നിങ്ങളുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് മെൻറ്ററിനെ അവിടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആയിരിക്കും. യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട രീതി, നിങ്ങൾക്ക് പഠിക്കാനൊരു സ്ട്രാറ്റജിയാണ് വേണ്ടതെങ്കിൽ അത് ഈ ടൈപ്പ് ഓഫ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ മെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾസോ വാല്യുവേഷൻസ് കഴിയുന്ന സമയത്ത് പോയിന്റ്സ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സും എന്തുകൊണ്ട് എനിക്ക് അവിടെ മാർക്ക് കുറഞ്ഞു, ഈ വക കാര്യങ്ങളൊക്കെ മെൻറ്ററിനോട് ചോദിച്ച് അതിൽ കറക്ഷൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. ബട്ട് മെൻറ്റർ വിൽ ബി ദെയർ ഫോർ വാല്യുവേഷൻസും പിന്നെ പേരൻറ്റ് കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ആയിട്ട് മെൻറ്റർഷിപ്പ് വിൽ ബി ദെയർ. ദെൻ വി ഹാവ് റിവിഷൻ. ഒബിയസ്ലി നമുക്ക് റിവിഷന് പല സ്ട്രാറ്റജീസ് ഉണ്ട്. റിവിഷൻ എക്സാംസിലോട് കൂടി നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ടാകും അല്ലെ. നിങ്ങൾ ഇന്ന എക്സാംസ് പഠിച്ചിട്ട് വന്നിട്ട് എഴുതിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിവിഷൻ എക്സാംസ് ഇടുന്നുണ്ടാകും. ബട്ട് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ RTP MTPs എന്നൊക്കെ പറയുന്നത് ഏറ്റവും കീ ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കുറച്ച് ബുക്കുകളാണത് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ഓരോ ചാപ്റ്ററും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പിക്ക് ചെയ്തിരുന്നുണ്ടാകും. സോ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും MDPയിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ RTPയിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഇതെല്ലാം അതാത് സബ്ജക്റ്റിൻ്റെ ഫാക്കൾട്ടീസ് തന്നെ യൂട്യൂബ് സെഷൻസ് വഴി നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടായിരിക്കും. സോ അതൊരു കൈൻഡ് ഓഫ് റിവിഷനാണ് യൂട്യൂബ് വഴി തരുന്നത്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ളതല്ല. യൂട്യൂബ് വഴി തരുന്നത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ഒബ്വിയസ്ലി യു മസ്റ്റ് യൂസ് ദാറ്റ്. ബട്ട് അത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് യുവർ ക്ലാസ്സസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ അതിന് മുന്നേ നടന്ന എക്സാംസിൻ്റെയൊക്കെ ഇതുപോലുള്ള MTP RTP ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. then of course ലാസ്റ്റ് ലാബ് ഉണ്ടാകും. എക്സാമിൻ്റെ ഒരു 1.5 ദിവസം മുമ്പ് നല്ല ടെൻഷനുള്ളൊരു സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ ഫാക്കൾട്ടി വന്നിട്ട് ആ 1.5 ദിവസം എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാകും. അതാണ് നമ്മുടെ ലാസ്റ്റ് ലാബ് സെഷൻസ്. ദെൻ വി ഹാവ് മെൻറ്റി പ്രോഗ്രാം. ഒരു ക്വിസ് മോഡലൊക്കെ MCQs പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മെൻറ്റി. നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. നല്ല രസകരമായിട്ട് കളിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ്. സോ ഇതൊക്കെ നമ്മുടെ റിവിഷൻ്റെ പല മോഡൽസ് ആയിരിക്കും വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സസ്. സോ ഇതാണ് നമ്മളുടെ പ്ലാൻ ഫോർ CA ഇൻ്റർ. സോ നമ്മൾ എന്തൊക്കെ ആസ്പെക്ട്സ് കവർ ചെയ്തു, ആരാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്, എന്ന് തുടങ്ങി എന്ന് തീരും. സോ ഒരു ഫണ്ണും ഇൻഫർമേഷൻസും എല്ലാം ചേർന്നിട്ട് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് അതായിരിക്കും നമുക്കിവിടെ ക്ലാസ്സിൻ്റെ മോഡലാണെങ്കിലും മെൻറ്റർഷിപ്പിൻ്റെ മോഡലാണെങ്കിലും എക്സാംസിൻ്റെ മോഡലാണെങ്കിലും നമ്മൾ അവൈലബിൾ ആക്കി തരുന്നുണ്ടാവുക. സോ അഡ്മിഷൻസ് ആർ ഓപ്പൺ. നിങ്ങൾക്ക് triplica.com സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചസ് അവൈലബിൾ ആണ്. ഓരോ ബ്രാഞ്ചിൻ്റെയും ഓൺലൈൻ്റെയും ലിങ്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ ബാച്ച് ഫൈൻഡറിൽ പോയിട്ട് നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാം. സോ ഹോപ്പ് യു സീ ഇൻ ദി ക്ലാസ്സസ്. അക്കാഡമിക് ടീമിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ടാകും ഇടയ്ക്കൊക്കെ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ കാണാം. ബൈ.